മകളെ കഴിഞ്ഞ നീറ്റ് 2026 അതായത് റീനീറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പല കുട്ടികൾക്കും കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നത് എൻ്റെ കിട്ടിയേക്കുന്ന റാങ്ക് എന്ന് പറയുന്നത് ഈ ഓൾ ഇന്ത്യ റാങ്കിൽ എത്ര റാങ്ക് വരെയൊക്കെയാണ് കേരളത്തിൽ പോകുന്നത്, പിന്നെ എനിക്ക് വന്നേക്കുന്ന കാറ്റഗറി റാങ്ക് ഇത് വെച്ചിട്ട് എനിക്ക് എന്താ ഗുണമുള്ളത്, ഇനി കേരളത്തിലെ റാങ്ക് എപ്പോൾ വരും, കേരള റാങ്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണോ, ഇങ്ങനെയൊക്കെ സംശയിച്ച് നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എനിക്ക് ആദ്യം പറയാനുള്ളത്, നമുക്കിപ്പോൾ വന്നേക്കുന്നത് ഓൾ ഇന്ത്യ റാങ്കാണ്. ആ ഓൾ ഇന്ത്യ റാങ്കിൽ നമുക്ക് നോർമലി കിട്ടിയേക്കുന്ന ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കാറ്റഗറി റിസർവേഷനോ മറ്റോ ഉണ്ടെങ്കിൽ അത് പ്രകാരമുള്ള റാങ്കും ഉണ്ട്. ഇനി നമുക്ക് സ്റ്റേറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വരാനിരിക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾക്ക് അറിയോ, ജൂൺ 14 നമ്മുടെ ഓൾ ഇന്ത്യയിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നത്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ജൂലൈ 16 നമ്മുടെ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നത്. അതായത് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന മാർക്ക് നമ്മൾ കേരളയിൽ കയറിയിട്ട് നമ്മൾ അവിടെ കൊടുക്കണം, എത്രയാണ് നമ്മുടെ മാർക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ അടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 മാസം സമയം എടുത്തു. ഇത് കഴിഞ്ഞിട്ടില്ലേ, അതൊക്കെ അടിച്ചു കൊടുത്തിട്ടാണെങ്കിലും അത് കഴിഞ്ഞ് ജൂലൈ 25 ഫസ്റ്റ് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരുന്നത്. ഇതും കഴിഞ്ഞിട്ടാണ് അലോട്ട്മെൻ്റ് അല്ല, പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇതും കഴിഞ്ഞിട്ട് 28 ജൂലൈ 28 കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആവുന്നത്. എനിക്ക് മക്കളോട് പറയാനുള്ള ഒരു കാര്യം എന്താ അറിയോ, ഇത്രയും സമയം എടുത്തിട്ടുണ്ട് കേരള റാങ്ക് ലിസ്റ്റ് വരാൻ. 1 മാസമല്ല 1.5 മാസം എടുത്തു. പക്ഷേ ഈ വർഷം റീനീറ്റൊക്കെ ആയിട്ട് നമ്മുടെ ഓൾറെഡി സമയം നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. ചിലപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്നാൽ പോലും ഇനിയും കുറച്ചും കൂടെ സമയം ഇങ്ങനെ പോകും. ഇവിടെ എനിക്ക് മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഓൾ ഇന്ത്യ റാങ്ക് പ്രകാരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് സേഫ് ആണോ എന്ന് നിങ്ങൾ ഇപ്പോഴെങ്കിലും നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോഴും ഒരു 550 മാർക്ക് കിട്ടിയൊരു കുട്ടി എനിക്ക് MBBS കിട്ടുമോ എന്നുള്ള രീതിയിൽ ആ ഒരു പ്രതീക്ഷയും കൊണ്ട് നിൽക്കുന്നത് വെറും മണ്ടത്തരാണ്. എനിക്ക് മക്കളോട് പറയാനുള്ളത്, നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിൽ വരുന്നൊരു കുട്ടിയാണെങ്കിൽ എന്തായാലും മിനിമം ഒരു 560 മാർക്കിന് മുകളിലെങ്കിലും, ഞാനൊരു 562 എന്ന് പറയാണ്, 562 മുകളിൽ ഒരു സേഫ് സ്കോറായിട്ട് നമുക്ക് കാണാം. കാരണം കഴിഞ്ഞ വർഷം 27,000 സംതിങ് 28,000 അടുത്ത റാങ്ക് വരേക്കാണ് അഡ്മിഷൻ കിട്ടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം നമുക്ക് മാക്സിമം കുറച്ചും കൂടെ അങ്ങോട്ട് കാണാം. കാരണം 2100 സീറ്റുകൾ പുതിയതായിട്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ തന്നെ വന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു 29,000 നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ ഒരു 560 മാർക്ക്, ഈ 560ൽ ഒന്നും കൂടെ മുകളിലേക്ക് ചിന്തിക്കുക, ഒരു 562 എബോലുള്ള കുട്ടികൾ സേഫ് സോണിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി വന്നിട്ട് അത് OBCയിലേക്ക് വരുമ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കുന്നുണ്ടാവും, ഞങ്ങൾ OBC റിസർവേഷൻ ഉണ്ട്, ഞങ്ങൾക്ക് ഒരു 500 മാർക്കിൻ്റെ വ്യത്യാസങ്ങൾ ചിലപ്പോൾ കാണാം. അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോഴും ഒരേ മാർക്ക് തന്നെ ഒരു 561 562 ഇതിൽ സേഫാണ്. എനിക്ക് വേണമെങ്കിൽ 559 560 എന്ന് പറയാം. പക്ഷെ എന്നാലും ശരിയത് ഞാൻ നിങ്ങൾ അങ്ങനെ ഒരു ഫോൾസ് ഹോപ്പ് തരാനില്ല. പക്ഷെ ചിലപ്പോൾ സംഭവിച്ചേക്കാം, അത്ര വരേക്ക് ഇറങ്ങിയേക്കാം. പക്ഷെ എന്നാലും ശരി, ഒരു 561 എബോയിൽ ഇരിക്കുന്ന ഒരു OBC കാറ്റഗറിയിലുള്ള ഒരു കുട്ടി അത്യാവശ്യം നമുക്ക് ഓക്കെ സേഫ് ആണെന്ന് പറയാം. ഇനി അത് EWSലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യത്തിന് 30,000 റാങ്ക് വരെ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 560 എന്തായാലും സേഫ് ആണ് EWSൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം. ഇനി ഇത് നേരെ SC കാറ്റഗറിയിൽ ST കാറ്റഗറിയിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. SC കാറ്റഗറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 460 മാർക്കിന് മുകളിലേക്ക് SC കാറ്റഗറിയിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അത് ST കാറ്റഗറിയിലേക്ക് വരുമ്പോഴോ ഒരു 448+, ഓക്കെ, 448 മാർക്കിന് മുകളിൽ കിട്ടിയിരിക്കുന്ന കുട്ടികൾക്ക് ST കാറ്റഗറിയിൽ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു മാർക്കാണ് ഈ വർഷം ഓൾ ഇന്ത്യ കോട്ട വഴി നമുക്ക് എവിടെയെങ്കിലും കേരളത്തിന് പുറത്ത്, അതായത് ഇതിൻ്റെയൊക്കെ മുകളിലായിരിക്കും കേരളത്തിലെ കട്ട് ഓഫ് വരുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എനിക്ക് ഇതിനേക്കാളും മാർക്ക് പക്ഷേ എനിക്ക് കേരളത്തിൽ കിട്ടുമല്ലോ. ഒരിക്കലും ഇല്ല കേട്ടോ. കേരള കട്ട് ഓഫ് എന്തായാലും ഓൾ ഇന്ത്യ കട്ട് ഓഫിനേക്കാളും കുറേ മുകളിലായിരിക്കും കേരളത്തിലെ കട്ട് ഓഫ് വരാൻ പോകുന്നത്. ഇപ്പം കേരള കട്ട് ഓഫ് ഇനി പ്രതീക്ഷിച്ച് നിൽക്കേണ്ട. കേരള കട്ട് ഓഫ് എന്തായാലും ഓൾ ഇന്ത്യ കട്ട് ഓഫിന് മുകളിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ എനിക്ക് മക്കളോട് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് ഈ ഓൾ ഇന്ത്യ കട്ട് ഓഫിൻ്റെ ബേസിസിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കുക ഇനി എന്ത് ചെയ്യണമെന്നുള്ളത്. അതായത് MBBS അല്ലാതെ ഇനി നെക്സ്റ്റ് കോഴ്സുകളിലേക്ക് നിങ്ങൾ പോകാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ഓക്കെ, റെഡി, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുക. ഇനി അതല്ല, എനിക്ക് MBBS അല്ലെങ്കിൽ അടുത്ത ഓപ്ഷനായിട്ട് BDS എടുക്കുക, അല്ലെങ്കിൽ അടുത്ത വെറ്റിനറി എടുക്കുക, ഇനി ഇതല്ലെങ്കിൽ ആയുർവേദ പോവാം, ഹോമിയോ പോവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അഗ്രികൾച്ചർ പോവാം, ഇതിലൊക്കെ നിങ്ങൾക്ക് പോവാം. ഇനി അതിലേക്കൊന്നും എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ പോകാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 490 എബോല് സ്കോർ ചെയ്ത കുട്ടിയാണെങ്കിൽ ധൈര്യത്തോടുകൂടി ഇരുന്നു. നിങ്ങൾക്ക് എന്തായാലും സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ ആവും. അത് കേരള ആദ്യത്തെ ഒരു 10,000 റാങ്ക് വന്നേക്കാം. ഓക്കെ, ഒരു 11,000 വരേക്കൊക്കെ നമുക്ക് സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ കിട്ടും. മാക്സിമം 10,500 11,000.
അങ്ങനെയാണെങ്കിൽ ഒരു 485 അബോവ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ മറിച്ച് വീണ്ടും താഴത്തേക്കുള്ള ആളുകൾ ഇനിയും ഞാൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അതൊരു മണ്ടത്തരാണ്. MBBS കിട്ടണമെങ്കിൽ ഈ ഒരു മാർക്ക് അത്യാവശ്യം തന്നെയാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് BDSലേക്ക് പോകുകയാണെങ്കിൽ ഓക്കെ, അതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് JPSൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തോ. നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് അതല്ല, ഒരു വർഷം കൂടെ ട്രൈ ചെയ്യണം എന്ന് തോന്നുന്ന കുട്ടിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇറങ്ങിത്തിരിക്കണം. ഇനിയും ആലോചിക്കണം നിന്നിട്ട് 3 മാസം കഴിഞ്ഞ് അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോഴവസാനം എവിടെയും കിട്ടാതെ അയ്യോ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഇറങ്ങണം എന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇറങ്ങിത്തിരിക്കുക. ഈ മാർക്കുകൾ എൻ്റെ മക്കളൊന്ന് ഓർത്ത് വെക്കുക. ഇനി കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് JPSൻ്റെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് മക്കൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് വരാം കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ടും ഇതൊക്കെയായിരിക്കും നമ്മുടെ കട്ട് ഓഫ് ആയിട്ട് വരുന്ന മാർക്കുകൾ. ഈ ഒരു മാർക്കിൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യം ചോദിക്കാനാണെങ്കിലും അത് നിങ്ങൾ JPSൽ അഡ്മിഷൻ എടുക്കണ്ട കേട്ടോ. നിങ്ങൾ എവിടെയുള്ള കുട്ടിയാണെങ്കിലും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് സംശയം ചോദിക്കാനും എൻ്റെ പേഴ്സണൽ നമ്പർ തന്നെ വാട്സപ്പ് നമ്പർ ഞാൻ തരുന്നുണ്ട്. കാരണം നിങ്ങളല്ലാതെ വിളിക്കുമ്പോഴേ ഞാൻ ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ എടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ മക്കൾക്ക് എൻ്റെ വാട്സപ്പിൽ ഒരു വോയിസും കാര്യങ്ങളും ഇട്ടേക്കാം. ഞാൻ നിങ്ങൾക്ക് എന്തായാലും മറുപടി തരും കേട്ടോ. ഓക്കെ മക്കളെ.